നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM-നെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ ഇക്കുറി അഭിമാന പോരാട്ടം തന്നെയാണ്. CPM-ൻ്റെ തലസ്ഥാനം, രാഷ്ട്രീയ തലസ്ഥാനം തന്നെയാണ് കണ്ണൂർ. കണ്ണൂരിലെ എല്ലാ മണ്ഡലങ്ങളും നിയമസഭയിലേക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിലും ലോക്സഭയിലേക്ക് അത് നേരെ വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത്. ഇത് കേരളത്തിൽ മൊത്തത്തിലുള്ളതാണ് അത്തരത്തിൽ വരിക. 2019 തന്നെ 19 സീറ്റ് UDF നേടിയപ്പോൾ 2021 വന്നിട്ട് LDF-ന് തുടർഭരണവും ലഭിച്ചല്ലോ. ഇക്കുറി കണ്ണൂരിൽ വളരെ കരുതലോടുകൂടിയാണ് പാർട്ടി മുമ്പോട്ട് പോകുന്നത്. പക്ഷെ കണ്ണൂരിൽ UDF-ന് വലിയ വോട്ട് നഷ്ടം ഉണ്ടാകും എന്നാണ് പലരുടെയും സർവേ ഫലം പുറത്തു വരുന്നത്. 2019 ലഭിച്ച 50.27%-ൽ 7.22% വോട്ടിൻ്റെ കുറവാണ് സർവേ പ്രവചിക്കുന്നത്. വോട്ട് വിഹിതം 43% കുറയും എന്ന് പറയുന്നുണ്ട്. ഇതോടെ മത്സരത്തിൽ LDF ഒപ്പത്തിനൊപ്പം എത്തി. ഇടത് സ്ഥാനാർത്ഥി MV ജയരാജനാണ്. MV ജയരാജൻ 43% വോട്ട് നേടുമെന്നാണ് സർവേയിലെ അനുമാനം. NDA വോട്ടിൽ വലിയ വർധനയും സർവേ പ്രവചിക്കുന്നുണ്ട്. അത് കേരളത്തിലെ മിക്കവാറും മണ്ഡലങ്ങളിൽ BJP-യിൽ വോട്ട് വർധനവുണ്ടാകും എന്നുള്ളത് കൃത്യമായ കാര്യമാണ്. എന്തിന് പൊന്നാനിയിൽ പോലും അല്ലെങ്കിൽ മലപ്പുറത്ത് പോലും BJP വോട്ട് വർധനവ് നേടിയെടുക്കും. മുൻ കോൺഗ്രസ് നേതാവായ C. രഘുനാഥാണ് കണ്ണൂരിൽ BJP-യുടെ സ്ഥാനാർത്ഥി. NDA വോട്ടിലെ 5.5% വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. ആകെ വോട്ട് വിഹിതം 12%. KPCC പ്രസിഡന്റും സിറ്റിംഗ് MP-യുമായ K. സുധാകരൻ ഈ തെരഞ്ഞെടുപ്പ് UDF-ന്റെ നായകനെന്ന നിലയിൽ അഭിമാന പ്രശ്നമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ PK ശ്രീമതിയെ 94,559 വോട്ടിന് തറ പറ്റിച്ചാണ് സുധാകരൻ വീണ്ടും ലോക്സഭയിലെത്തിയത്. കോൺഗ്രസും CPM-ഉം തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് കാലങ്ങളായിട്ട് കണ്ണൂരിൽ നടക്കാറുള്ളതെങ്കിലും കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും BJP-ക്ക് വോട്ട് വർദ്ധിക്കുകയുണ്ടായി. SDPI-ക്കും മണ്ഡലത്തിൽ സ്വാധീനമുണ്ട്. മാർച്ച് മാസത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും കവർ ചെയ്ത് 28,000 വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ടാണ് മനോരമ ന്യൂസ് ഇത്തരത്തിലൊരു പ്രീ പോൾ സർവേ നടത്തിയിരിക്കുന്നത്. ഈ സമയത്ത്, അതായത് ആ സർവേ നടന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്താകും സാധ്യതകൾ എന്നാണ് സർവേ വിലയിരുത്തിയത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരെ മുഖാമുഖം കണ്ട് തയ്യാറാക്കിയ സർവേയാണ് എന്ന് മനോരമ അവകാശപ്പെടുന്നുമുണ്ട്. പക്ഷേ കണ്ണൂരിൽ എന്തായാലും ഇക്കുറി സുധാകരൻ ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന് അവിടുത്തെ തന്നെ ഒരു രീതിയിൽ അവിടുത്തെ വോട്ടർമാരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് MV ജയരാജൻ മത്സരിക്കുന്നത് കൊണ്ട് പാർട്ടിക്ക് അഭിമാന പ്രശ്നമാണ്. ഏത് തരത്തിലെങ്കിലും കണ്ണൂർ തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു വാശിയും കൂടിയുണ്ട്. MV ജയരാജനെ അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ശക്തമായ ത്രികോണ മത്സരം പറയാനില്ല. പക്ഷേ BJP-യിലെ വോട്ട് വർധനവ് ഉണ്ടാകും. കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് കണ്ണൂരിൽ നടക്കുന്നത്.